ബാലരാമപുരം വിഴിഞ്ഞൻ റോഡിൽ മംഗലത്തുകുണത്തു നിന്ന് പാലച്ചക്കുണം റോഡിലേക്ക് പോകും വഴി 80 വർഷം പഴക്കമുള്ള ഇലവുമരം അപകടാവസ്ഥയിലായിട്ട് ദിവസങ്ങളേറെയായി. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരത്തിന് സമീപമാണ് വെയിറ്റിംഗ് ഷെഡും സമീപത്ത് നിരവധി വീടുകളുമുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഇലവുമരം എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികൾ രംഗത്തെത്തി. അധികൃതർ എത്രയും വേഗം അപകടാവസ്ഥയിലായിരിക്കുന്ന ഇലവുമരം മുറിച്ചു മാറ്റണമെന്നും ഇല്ലാത്ത പക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഫ്രാപ്സ് ജനറൽ സെക്രട്ടറി ബാലരാമപുരം അൽഫോൺസ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമ വിഴിഞ്ഞ റോഡിൽ മംഗലത്തോണം CSI പള്ളി കഴിഞ്ഞ് പാലച്ചക്കോണം റോഡിലോട്ട് പോകുന്ന വഴിയിലാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് പാലച്ചക്കോണം വാർഡ് മെമ്പർ വത്സല. ഇവിടുത്തെ നേതാജി റെസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരി ഡോക്ടർ വിവേകാനന്ദ സാറാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം ഈ തൊട്ടടുത്തൊരു മരം നിൽപ്പുണ്ട്, ഇലവ് മരം. ഏതാണ്ട് ഒരു 75-80 വർഷം പഴക്കമുള്ളൊരു മരമാണ്. അതിനെ ചേർന്നൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അതിൻ്റെ ബാക്കിലൊരു 4 സൈഡിലും ഒരു വീടുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്ത് ഫ്രണ്ടിൽ വീടുണ്ട്. അതിനോട് ചേർന്ന് 11 kV കമ്പി പോകുന്നുണ്ട്. വീടുകളിലൊരു കണക്ഷനുണ്ട്. ഈ 4 സൈഡ് ഇങ്ങനെ ലൈൻ കമ്പികളിടയ്ക്കാണ്. ഇത് വളരെയധികം പൊക്കത്തിലാണ് ഇരിക്കുന്നത്. എന്താണ്ട് ഒരു 60 അടി പൊക്കം വരെ കാണുന്നു ഇല്ലേ? 60 അടി. ഇത്രയും പൊക്കത്തിലുള്ള മരം PWD മറ്റ് ഉന്നത അധികാരികളോ കണ്ടില്ല എന്നടിക്കുകയാണ്. ഇത് ബലമുള്ള മരമല്ല. അതിൻ്റെ മൂട്ടിൽ, ഈ ഇലവിൻ്റെ മൂട്ടിൽ ദ്രവിച്ച് പോടുപോലെ ഇരിക്കുകയാണ്. ഏത് സമയത്ത് വീഴാന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള മതിലിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് അത് ബലമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതാജി റെസിഡൻസിൻ്റെ ഭാരവാഹികളും ഫ്രാപ്സും അതുപോലെ തന്നെ ഈ വർഷല മുമ്പ് എല്ലാം കൂടെ PWD AIC തുടങ്ങിയ ആൾക്കാർക്ക് നിവേദനം കൊടുക്കുകയും വകുപ്പ് മന്ത്രിക്ക് പേപ്പർ കൊടുക്കുകയും ഇത് പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടായിട്ട് പോലും ഇത് കണ്ടില്ല എന്നടിക്കുന്നത് വളരെ ലജ്ജാകരമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ ശകലമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ശകലമെങ്കിലും താല്പര്യമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നും, അല്ലാത്ത പക്ഷം ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിലൂടെ റോഡ് ഉപരോധം തുടങ്ങിയ സമരം ചെയ്യേണ്ടി വരും. കാര്യം ഇത് ഒരുപാട് ജീവൻ ഹനിക്കുന്ന സംഭവമാണ്. ഈ മഴക്കാലത്ത് ഇവിടെ കാത്തിരിക്കേണ്ട വെയിലത്തും കാത്തിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡാണ് തൊട്ടടുത്തുള്ളത്. അതിൽ വെയിറ്റ് ഒന്നും അറിയാത്ത ആൾക്കാർ ആ വെയിറ്റിംഗ് ഷെഡിലിരിക്കുമ്പോൾ ഒന്നും അറിയാതെ ഈ വിഴിഞ്ഞ ബാലരാമ റോഡിൽ തിരക്കുള്ള റോഡാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. 10,000-കണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. വാഹനത്തിൻ്റെ പുറത്ത് പെടാൽ ഇതെല്ലാം വളരെ ദുഃഖമായിട്ട് മാറും. അവസാനം ലജ്ജിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു ദുഃഖം സൂചകം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴേ അത് മുറിച്ചു മാറ്റണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് നടപടി ഇതുകൊണ്ട് നടപടിയില്ലെങ്കിൽ പത്രത്തിൽ വന്നു, നിവേദനം കൊടുത്തു. ഇതൊന്നും നടപടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപ്ലവകരമായ സമരം തന്നെ സംഘടിപ്പിക്കേണ്ടി വരും ഞാൻ ആ സമയത്ത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇതിന് നടപടിയെടുക്കണമെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാത്രി ഉറക്കഴിച്ച് വരുമ്പോൾ ഈ മരം മുറിഞ്ഞു വീണ് വീടുകളിൽ ഇടിഞ്ഞു വീണ് അവരുടെ ജീവൻ ഹനിക്കുന്നതോടൊപ്പം തന്നെ ഈ ലൈൻ കമ്പികൾ പൊട്ടി ആളുകൾ യാത്രക്കാരുടെ അപകടം ഉണ്ടാവും സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇത് അടിയന്തരമായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അഭ്യർത്ഥിക്കുക. ഞാനിവിടെ ഈ മെമ്പറായിട്ട് വന്നതിന് ശേഷം ഒരു 2.5 കൊല്ലം കൊണ്ട് ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുകയാണ്. കാരണം ഒരു റെസിഡൻസ് അസോസിയേഷന് ഞാനുമായിട്ട് കളക്ടർക്ക് കൊടുത്തു, വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, പഞ്ചായത്ത് കൊടുത്തു. ഇവരാരും ഒന്നും ഇതിനെക്കുറിച്ച് മറുപടി തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് PWD ഓഫീസിൽ പോയി അവിടെ ചെന്ന് പറഞ്ഞു. അവിടെയും ഒരു മറുപടി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ഞങ്ങൾ പത്രത്തിലിട്ടു. പത്രത്തിൽ നിന്ന് ഒരു ഇതും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാനലിലത്തേക്ക് ഞങ്ങൾ വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതെങ്കിലും കണ്ടുകൊണ്ട് ജനങ്ങൾ ഇത്രയും അപകടാവസ്ഥ ഇപ്പോൾ ഇതാ ഫ്രാപ്സിൻ്റെ സെക്രട്ടറി പറഞ്ഞായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതുപോലെ അപകടാവസ്ഥ പിടിച്ച നിലയിലാണ്. മരത്തിൻ്റെ മൂട് ചെത്ത് നശിച്ച് നാമാവശേഷം എന്ന് വീഴാം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതും നോക്കിയിട്ട് ഇതിൻ്റെ തീരുമാനം ഒന്ന് എത്രയും പെട്ടെന്ന് ഉത്തരവ് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ വളരെയധികം അപകടാവസ്ഥയാണ്. അപകടം നിലനിർത്താൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ജനങ്ങളുടെ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഈ മരം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി തരണമെന്നാണ് അഭ്യർത്ഥന. ഇത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്രക്ഷോഭണത്തിന് വേണ്ടി മുതിരും. അതിൻ്റെ പ്രത്യാഘാതം വളരെ മോശമായിരിക്കുമെന്ന് കൂടെ പറഞ്ഞുകൊണ്ടാണ്. വളരെ അപകടകരമായി നിൽക്കുന്ന ഈ മരം, അത് നിൽക്കുന്ന പ്രദേശം, അത് വീണാൽ എത്രയോ കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ ഇലക്ട്രിക് ലൈൻസ്, മെയിൻ ലൈൻസ്, ഇതെല്ലാം ക്രോസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണിത്. അത് ഈ എത്രയും വേഗം
ഇത് മുറിച്ച് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ജനങ്ങളുടെ താല്പര്യവും നാട്ടിൻ്റെ താല്പര്യവും, ഇവിടുത്തെ ജനങ്ങളുടെ മാത്രമല്ല, ഈ ഇലക്ട്രിക് ലൈനൊക്കെ എത്തിച്ചേരുന്ന ഓരോ പോയിന്റിനും അവരുടെയൊക്കെ താല്പര്യം അനുസരിച്ച് ഇത് ഉടനെ തന്നെ മുറിച്ചു മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. GTV ന്യൂസ്, ബാലരാമപുരം.